ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് നാൻഡ് ഗേറ്റ് റിക്വയർഡ് ടു ഗെറ്റ് ഫംഗ്ഷൻ ഓഫ് ആൻ ഓർ ഗേറ്റ്? ഓക്കെ, മിനിമം നമ്പർ ഓഫ് നാൻഡ് ഗേറ്റ് റിക്വയർഡ്, അത് നമ്മൾ നാൻഡ് ഗേറ്റും നോർ ഗേറ്റും വെച്ചിട്ട്, നാൻഡ് ഗേറ്റ് ആൻഡ് നോർ ഗേറ്റ് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഗേറ്റ്സും ഉണ്ടാക്കാം അല്ലേ. ബാക്കിയുള്ള എല്ലാ ഓർ ഗേറ്റ് ഉണ്ടാക്കാം, ആൻഡ് ഗേറ്റ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഈ നാൻഡ് ഗേറ്റിനെയും നോർ ഗേറ്റിനെയും നമ്മൾ എന്ത് പറയുന്നത്, യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എത്ര നാൻഡ് ഗേറ്റ് വെച്ചിട്ടാണ് നമുക്കൊരു ഓർ ഗേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക നോക്കാം. അതിനൊരു സർക്യൂട്ടുകളെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് പഠിച്ച് എഴുതുക. അതായത് ഇപ്പോൾ നമുക്ക് നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ഓർ ഗേറ്റിനെ ഉണ്ടാക്കണം അല്ലേ. ഇപ്പോൾ നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ഓർ ഗേറ്റിനെ ഉണ്ടാക്കണമെങ്കിൽ ഞാനിവിടെ 3 1 2 3 നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തു. നോട്ട് ഗേറ്റ് നോക്കാം. ഇപ്പോൾ എനിക്ക് നാൻഡ് ഗേറ്റ് വെച്ചിട്ട് നോട്ട് ഗേറ്റ് ഉണ്ടാക്കണം. നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ഒരു നോട്ട് ഗേറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ എനിക്ക് ഷോർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നോർ ഗേറ്റ് വെച്ചിട്ട് നോട്ട് ഗേറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ ഇൻപുട്ടുകളെ തമ്മിലൊന്ന് ഷോർട്ട് ചെയ്താൽ മതി. അതാണിത്. അപ്പോൾ 1 നാൻഡ് ഗേറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് നോട്ട് ഗേറ്റ് ഉണ്ടാക്കാം. നാൻഡ് ഗേറ്റിലോ നോർ ഗേറ്റ് വെച്ചിട്ട് നമുക്ക് നോട്ട് ഗേറ്റ് ഉണ്ടാക്കാം. ഒറ്റ ആൾ നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ഇവിടെ ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, എത്ര നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ഒരു ഓർ ഗേറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഓർ ഗേറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സർക്യൂട്ട് എത്ര നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാം? 3. ഇനി എത്ര നോർ ഗേറ്റ് വെച്ചിട്ട് ഓർ ഗേറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സർക്യൂട്ട് ഉണ്ടാക്കാൻ പറ്റും? 2. 2 നോർ ഗേറ്റ് വെച്ചാൽ മതി. ഇനി നോർ ഗേറ്റ് ഇപ്പോൾ ഇത് നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിൽ എനിക്ക് നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ഓർ ഗേറ്റ് ഉണ്ടാക്കണം. അപ്പോൾ എത്ര നാൻഡ് ഗേറ്റ് വേണം? 2 ആണ്. ഓക്കെ, അതായത് നാൻഡ് ഗേറ്റും ഓർ ഗേറ്റും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഓക്കെ, സോറി, 3 ഓർ ഗേറ്റ് 3 നാൻഡ് ഗേറ്റ് വെച്ചിട്ട് നമുക്കൊരു ഓർ ഗേറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സർക്യൂട്ട് ഉണ്ടാക്കാം. ഓക്കെ, ഇനി നോർ ഗേറ്റും ഓർ ഗേറ്റും തമ്മിൽ ഒരു ബന്ധമുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നോർ ഗേറ്റ് വെച്ചിട്ട് 2 നോർ ഗേറ്റ് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ഇയാളും ഇയാളും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ആൻഡ് ഗേറ്റ് ഉണ്ടാക്കണം. ഇതാ ഇയാൾ ഉണ്ടാക്കണം. അപ്പോൾ ഇവർ തമ്മിൽ ബന്ധമുണ്ടല്ലോ, അപ്പോൾ ഒരു 2 നാൻഡ് ഗേറ്റ് വെച്ചാൽ മതി. ഓക്കെ, നോർ ഗേറ്റ് വെച്ചിട്ട് എനിക്ക് ആൻഡ് ഗേറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് 3 ആൻഡ് ഗേറ്റ് വെച്ചാൽ മതി. ഓക്കെ, അതൊന്ന് നോക്കി വെക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് നാൻഡ് ഗേറ്റ് റിക്വയർഡ് ടു ഗെറ്റ് ഫംഗ്ഷൻ ഓഫ് ഓർ ഗേറ്റ്? എത്ര? 3 അല്ലേ. നാൻഡ് ഗേറ്റ് ഈസ് ഇക്വലൻ്റ് ടു ആൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻവേർട്ടഡ് ഇൻപുട്ട് ഓർ ഗേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവേർട്ടഡ് ഇൻപുട്ട് ഓർ ഗേറ്റ്. നാൻഡ് ഗേറ്റ് ദ ഔട്ട്പുട്ട് വിൽ ബി ലോ വെൻ ദ ഇൻപുട്ട്, എന്താണ് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് വിൽ ബി ലോ, ഔട്ട്പുട്ട് എപ്പോഴാണ് 0 ആവുന്നത് ചോദിച്ചിരിക്കണേ. നാൻഡ് ഗേറ്റിന് ഔട്ട്പുട്ട് 0 ആവുന്ന കണ്ടീഷൻ ഇത് മാത്രമേ ഉള്ളൂ അല്ലേ. ഇതാ 2 ഇൻപുട്ടും 1 ആവുന്ന കണ്ടീഷൻ മാത്രം. ആൻസർ എ. വിച്ച് ഗേറ്റ് ആക്ട് ആസ് യൂണിവേഴ്സൽ ഗേറ്റ്സ്? യൂണിവേഴ്സൽ ഗേറ്റ്സ് ആയി ആക്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ്? നാൻഡ് ഗേറ്റിന് ആക്ട് ചെയ്യുന്നുണ്ട്, നോർ ഗേറ്റ് അല്ലേ. നാൻഡ് ഗേറ്റ്, നോർ ഗേറ്റ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ നാൻഡ് ഗേറ്റ് മാത്രമേ ഉള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? 5th ക്വസ്റ്റ്യൻ. എനി ലോജിക് സർക്യൂട്ട് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് നാൻഡ് ഗേറ്റ്. ശരിയല്ലേ. നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ഏതൊരു സർക്യൂട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ശരിയാണ്. ഇംപ്ലിമെൻറ്റ് യൂസിങ് നോട്ട് ഗേറ്റ് പറ്റൂല, എക്സോർ ഗേറ്റ് പറ്റൂല, എക്സോർ ഗേറ്റ് എക്സ്നോർ ഗേറ്റ് ഒന്നും പറ്റൂല. ഇയാൾ മാത്രമേ ഉള്ളൂ എന്ത്, യൂണിവേഴ്സൽ ഗേറ്റ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയഗ്രാം വിച്ച് റെപ്രസെൻറ്റ് ദ ട്രൂ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം അല്ലേ. ഇവിടേക്ക് എ വരുന്നുണ്ട്, ബി വരുന്നുണ്ട്. അപ്പോൾ
ഇവിടെ എന്ത് വരും? എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് അല്ലേ? ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എ ബാർ ബി ബാർ അല്ലേ? എ ബാറും ബി ബാറും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി നേരെ വരുന്നത് എക്ക് ബിക്ക്, എ ബി. ഓക്കെ, ഇയാൾ ആൻഡ് ഗേറ്റാണ്, നാൻഡ് ഗേറ്റ് ആട്ടോ, നാൻഡ് ഗേറ്റ് ആണ്. ഓക്കെ, നാൻഡ് ഗേറ്റിൻ്റെ ഫംഗ്ഷൻ എങ്ങനെ വരിക? എയും ബിയും വന്നു കഴിഞ്ഞാൽ എ ബി ഹോൾ കോംപ്ലിമെൻറ്റ് അല്ലേ? അപ്പോൾ എക്ക് പകരം എ ബാർ ബി ബാർ എ ബി ഹോൾ കോംപ്ലിമെൻറ്റ് അല്ലേ? ഓക്കെ, നമുക്കറിയാം എന്താ ആൻസർ ആയില്ലേ? ആൻസർ ആയിട്ടില്ലല്ലേ? ഈ ഒരു സാധനം ആൻസറിലുണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ ആൻസറിലുണ്ടോ നോക്കുക. സോറി, നമുക്ക് നോക്കിയാ ഇവിടെ എ ബാർ ബി ബാർ സെപ്പറേറ്റ് കോംപ്ലിമെൻ്റ് അല്ലേ? നമുക്കിവിടെ സെപ്പറേറ്റ് കോംപ്ലിമെൻ്റ് ആക്കണ്ടേ? അതായത് എ ബാർ ബി ബാർ സെപ്പറേറ്റ് കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ആൻസറിൽ ആയില്ലേ? അതല്ലേ ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. എ ബാർ ബി ബാർ ഓക്കെ, എ ബാർ ബി ബാർ ഡോട്ട് എ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. നെക്സ്റ്റ് ഏതാ? വിച്ച് ഓഫ് ദ ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റഡ് ഇൻ ദി ഫോളോയിങ് ഫിഗർ. ഓക്കെ, ഈ ഒരു സർക്യൂട്ട് ഒരു നോർ ഗേറ്റിനെ നമ്മൾ എന്ത് ചെയ്ത് ഇൻപുട്ടുകൾ ഷോർട്ട് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? നോട്ട് ഗേറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എ കോംപ്ലിമെൻറ്റ് കിട്ടും, അതുപോലെ ബി കോംപ്ലിമെൻറ്റ് കിട്ടും. എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും നോർ ഗേറ്റിലൂടെ പോയാൽ എന്ത് കിട്ടും? എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് കിട്ടൂലേ? ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? എ പ്ലസ് ബി ഹോൾ കോംപ്ലിമെൻറ്റിന് നമുക്ക് എ ബാർ ബി ബാർ എന്ന് എഴുതാം. അപ്പോൾ അതുപോലെ എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം. ഇതിനെ നമുക്ക് എ ബി. ഓക്കെ, എ ഡബിൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ ആണ്, ബി ഡബിൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു ബി ആണ്. എ ബി എന്ന് പറഞ്ഞാൽ എന്താ? ആൻഡ് ഗേറ്റ് അല്ലേ? ആൻസർ എ. ഓക്കെ, 8th question. The most suitable gates to check whether number is ones in a digital world. ഈവൻ ഓർ ഓഡ് ചെക്ക് ചെയ്യുന്നത് ഏതാ? XOR ഗേറ്റ് അല്ലേ? നമ്മൾ പറഞ്ഞ XOR ഗേറ്റ്. വിച്ച് ഓഫ് ദ ഗേറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് ടു പാരിറ്റി ജനറേഷൻ. പാരിറ്റി ജനറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഓടും ഈവനും ചെക്ക് ചെയ്തിട്ടാണ് ഈവൻ പാരിറ്റി ഓഡ് പാരിറ്റി ആണ്. അഗെയിൻ XOR ഗേറ്റ്. ഹൗ മെനി ആൻഡ് ഗേറ്റ്സ് റിക്വയർഡ് ടു റിയലൈസ്? ഹൗ മെനി ആൻഡ് ഗേറ്റ്സ് 10th question നോക്കാം. How many AND gates required to realize the function y equal to CD plus EF plus G. ഓക്കെ, അപ്പോൾ ഇവിടെ നേരെ ഇതിലേക്ക് നോക്കിയാൽ തന്നെ ജിക്ക് നമുക്ക് സെപ്പറേറ്റ് ഒരൊറ്റ ലൈനാക്കി എടുക്കാം ജി. ഇനി CD ഒരു ആൻഡ് ഗേറ്റ് വെച്ചിട്ട് CD ആക്കി കൂടെ? CD. നെക്സ്റ്റ് വേറെ ആൻഡ് ഗേറ്റ് EF. ഓക്കെ, ഇവർ തമ്മിൽ എന്തായത്? ഓർ ഗേറ്റ്. ഇവിടെ എന്ത് കിട്ടും? CD പ്ലസ് EF കിട്ടും. നെക്സ്റ്റ് ഓർ ഗേറ്റ് വെച്ചാൽ ആൻസറായി. ഓക്കെ, ഇവിടെ നോക്കാം. ഒരു ആൻഡ് ഗേറ്റ്, രണ്ട് ആൻഡ് ഗേറ്റ്. ആൻസർ ഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ ഒരു ബൂളിയൻ ലോസ് ഉണ്ട് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ ഡി മോർഗൻസ് ലോ ഒക്കെ ഉണ്ടല്ലോ, എ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു എ ബാർ പ്ലസ് ബി ബാർ. ഇതുപോലെയുള്ള കുറച്ച് ബൂളിയൻ ലോസ് ആണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാതെ പഠിക്കുക. അതിൽ ഐഡൻറ്റിറ്റി ലോ, നൾ ലോ, ഐഡംപൊട്ടൻറ്റ് ലോ, ഇൻവേഴ്സ് ലോ, കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റ്, ഡിസ്ട്രിബ്യൂട്ടീവ്, അബ്സോർപ്ഷൻ ലോ, ഇത്ര ലോകളാണുള്ളത്. ഈ ലോകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലിഫിക്കേഷൻ
ചെയ്യാൻ കഴിയുള്ളൂ.